വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. അവിൽ മിക്സ്ചർ. എങ്ങനെയാണ് അവിൽ മിക്സ്ചർ ഉണ്ടാക്കാൻ നമുക്കൊക്കെ. അതിൻ്റെ മുന്നേ വിഷ് യു ഹാപ്പി ആൻഡ് ഹെൽത്തി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ 2005. അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അവിൽ മിക്സ്ചർ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. മധുരവും ഉപ്പും എരിവും എല്ലാം കലർന്നതാണ്. അവൽ മിക്സ്ചർ ഉണ്ടാക്കാൻ ഞാൻ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ എല്ലാ വേണ്ട സാധനങ്ങളും നമ്മളെ കൈയെത്തുന്ന ദൂരം റെഡിയാക്കി വെക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഇതാ ഒരു അരിപ്പയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അരിപ്പ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കണം, എന്നാലേ നമുക്ക് ഓരോ ഐറ്റംസും വറുത്ത് കോരാനാവും എളുപ്പത്തിൽ. മറ്റേത് നമ്മൾ അങ്ങനെ ഇട്ടാൽ ഡയറക്റ്റായിട്ട് ഇട്ടാൽ കോരാൻ പ്രയാസമല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കറിവേപ്പില ആദ്യം തന്നെ വറുക്കുമ്പോൾ ആ എണ്ണയ്ക്ക് മുഴുവൻ അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം ഉണ്ടാവും കേട്ടോ. ബാക്കി സാധനങ്ങൾ അതിൽ വറുത്തെടുക്കുമ്പോൾ അതിന് കൂടി അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ എണ്ണയെല്ലാം നല്ലോണം വാർത്ത് ഞാനിതൊരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പറെല്ലാം വെച്ചിട്ടുണ്ട്. അധികം എണ്ണയൊക്കെ പോയിക്കോട്ടെ വിചാരിച്ച്. പിന്നെ നമ്മൾ അതിലിട്ടിട്ട് അരിപ്പ വീണ്ടും ചൂടുള്ള അടുപ്പത്ത് വെച്ച് ഒരു 3-4 വെള്ളുള്ളി ഒന്ന് നല്ലോണം കഴുകി ഒന്ന് കുത്തിച്ചതക്കിയതാണ്. തൊടോടുകൂടി കുത്തിച്ചതക്കി അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ചോപ്പിച്ചെടുക്കുക കേട്ടോ. ഇത്രയും മതി. എന്നിട്ട് അതും എണ്ണ വാർന്നതിന് ശേഷം നമ്മൾ ഇട്ട് വെച്ച കറിവേപ്പിലേൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും അടുപ്പത്ത് വെക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാ ഓരോന്നും. ഇത് റേസിൻസ്, അതായത് ഉണക്കമുന്തിരി, കറുപ്പ് ഉണക്കമുന്തിരിയാണ്. അതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരണം. എല്ലാം വേഗമാവും കേട്ടോ. ഇത് അധികം പ്രയാസമൊന്നും ഇല്ലാത്ത പണിയാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കണം നമ്മളെ കയ്യെത്തുന്ന ദൂരം. ഇത് കുറച്ച് തേങ്ങാക്കൊത്ത്, പച്ച തേങ്ങയാണ്. കൊപ്പര ഉണ്ടെങ്കിൽ കൊപ്പര ഇടാം. അപ്പം ഞാൻ പച്ച തേങ്ങ ഒന്ന് നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് വരെ ഒന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി, അധികം അങ്ങ് കറുത്ത് ചോന്ന് പോകണ്ട. അപ്പോൾ ഇതാ അതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് എണ്ണ വാർന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് അതിലേക്കിട്ട് ഇതാ ഒരു 3-4 ചുവന്ന മുളകാണ് കേട്ടോ, റെഡ് ചില്ലി. അപ്പോൾ അതും ഒന്ന് ചെറുങ്ങനെ മൂപ്പിച്ചെടുക്കുക. പിന്നെ നിങ്ങളതിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ അധികം നട്ട്സൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് പൊട്ടുകടലയാണ് കേട്ടോ. ഇത് വറുത്ത കടലയാണ്. പൊട്ടുകടല എന്നൊക്കെ പറയുമല്ലോ, ചമ്മന്തി അരയ്ക്കാൻ ഉപയോഗിക്കും, പിന്നെ ഓരോരോ ഐറ്റത്തിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതും ഒന്ന് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിനൊന്നും അധികം വേവില്ല കേട്ടോ. പെട്ടെന്ന് കഴിയും സംഭവം. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചാൽ മതി. ഒരു സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഒരുപാട് എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല, വേസ്റ്റായി പോകില്ലേ. അരിപ്പ മുഴുവൻ മുങ്ങാൻ മാത്രമൊന്നുമില്ല. അതും നമ്മൾ വറുത്ത് കോരി വെച്ച് ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതാ അരിപ്പ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് പീനട്ടാണ് ഇടുന്നത്. നിലക്കടല കേട്ടോ. നിലക്കട ഞാൻ ഒരു പിടി 1.5 പിടി പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ഇടുക കേട്ടോ. നമുക്ക് ഏത് ഐറ്റത്തിന് ഇത്ര മെഷർമെൻ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്കിടാം, നമ്മളിഷ്ടം പോലെ. അപ്പോൾ ഇതാ നിലക്കടലയും കൂടി ഇതാ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എണ്ണയിലിട്ടാൽ പൊട്ടി വരും. ഇതൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ്. അങ്ങാടിയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയിട്ട് ഇടുകയല്ല, മുന്തിരിയും എല്ലാം കഴുകി ഉണക്കി വെച്ചതാണ്. വീണ്ടും അരിപ്പ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ഇതാ അവില്, നമ്മളെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റാണ്. അതായത് ഈ വറുത്ത് കോരേണ്ട ഇൻഗ്രീഡിയൻറ്റ്. അവില് ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ഉണ്ട് അവില്. 1.5 കപ്പല്ല, 2 കപ്പ് അവില്. അപ്പോൾ അതും കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ വറുത്ത് കോരണം. ഒന്നിച്ചിട്ടാൽ ആവില്ല, കാരണം എണ്ണ അത്രയല്ലേ ഉള്ളൂ പൊങ്ങിയേക്കുന്നത്. അപ്പം ഞാനിതാ 2-3 ട്രിപ്പായിട്ടാണ് അവില് വറുത്തെടുക്കുന്നത്. 2 കപ്പ് അവില് 2-3 ട്രിപ്പായിട്ട് വറുത്ത് കോരുക. എണ്ണയെല്ലാം ഉറ്റി പോകണേ. ഒന്ന് നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് എന്നിട്ട് അതിലിടുക. അപ്പോൾ എല്ലാം അതിലിട്ടിട്ട് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അവില് ലാസ്റ്റ് ട്രിപ്പും വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു ചെറിയൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെക്കുക. മറ്റേ എണ്ണ ഞാൻ മാറ്റി വെച്ചാൽ കറുത്ത എണ്ണ. അതെന്താ പറയുക, അവിലൊക്കെ വറുത്താൽ കുറച്ച് കറുത്ത് വരില്ല. എന്തായാലും അവിലിൽ പൊടിയുണ്ട്, ഞാൻ ഒന്ന് തരിച്ചെടുത്താൽ. അപ്പോൾ ഒരു ചെറിയ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. ഞാൻ ഒഴിച്ച് കുറച്ച് കൂടിപ്പോയി, ഇത്ര വേണ്ട, കുറച്ച് നമുക്ക് ഒഴിവാക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കുക. വെളിച്ചെണ്ണ ചൂടായല്ലോ, ഇനി സ്റ്റവ് ഓഫാക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പോലെ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇതെല്ലാം കൂടി അതിലിട്ടിട്ട് ഇത് സ്റ്റൗ കത്തുന്നില്ല കേട്ടോ. കത്തിയാതെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്, അതുകൊണ്ട് ചൂടുള്ളതുകൊണ്ടാണ് തിളയ്ക്കുന്നത്. കണ്ടോ, സ്റ്റൗ കത്തുന്നില്ലേ. ഇനിയിപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻറ്റിൽ ഒഴിക്കണം. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റാം. അതിൽ എണ്ണയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് പോട്ടെ, അല്ലെങ്കിൽ നമ്മളെ മുളകെല്ലാം അതിൽ പറ്റി പിടിച്ച് പോവും. കണ്ടോ, ടിഷ്യൂ പേപ്പറിൽ ഇത്രയും എണ്ണ പോയി. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഓരോ സ്ഥലത്തല്ലേ ഓരോരോ ഇൻഗ്രീഡിയൻസ്. എന്നിട്ടിനി നമ്മൾ റെഡിയാക്കി വെച്ച മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളെ കായം ഇതെല്ലാം കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുന്നത്, പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അതായത് 1 ടീസ്പൂൺ ഉപ്പും ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇതാ നമ്മുടെ അവിൽ മിക്സ്ചർ റെഡിയാണ് കേട്ടോ. പിന്നെ കുറച്ച് എരിവും കുറച്ച് ഉപ്പും കുറച്ച് മധുരമായിട്ട് എല്ലാം കൂടി സമ്മിശ്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങളെ സമ്മതത്തോടു കൂടി ഞാൻ കുറച്ച് കഴിച്ചു നോക്കട്ടെ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.